നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചതയം നക്ഷത്രക്കാർക്ക് വ്യാഴം 6, 7 ഭാവങ്ങളിലാണ്. ശനി 2, 3 ഭാവങ്ങളിലും അതുപോലെ തന്നെ രാഹു ലഗ്നത്തിലും പിന്നീട് 12ലും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് 1202 എന്ന് പറയുന്നത്. 7.5 വർഷത്തെ ശനി ദശാകാലമൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വ്യാഴവും ശനിയൊക്കെ മാറിയാലും എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടായിട്ടില്ല. ചതയ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും തൊഴിൽ കാര്യത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നിരന്തരമായിട്ട് ധാരാളം പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരാണ് ചതയ നക്ഷത്രക്കാർ. ഭവന നിർമ്മാണം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭവന നിർമ്മാണ പ്രവർത്തനത്തിലൊക്കെ തടസ്സം നേരിടുന്നുണ്ടെങ്കിലും അതുമൊക്കെ കുറേശ്ശെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പുതിയ ഭവനമൊക്കെ നിർമ്മാണം പൂർത്തിയായി ഈ വർഷം നിങ്ങൾക്ക് താമസയോഗ്യമാകുന്നതാണ്. ശാരീരിക അസ്വസ്ഥതകൾ മാറി നിങ്ങൾക്കൊരു ശരീരത്തിനൊക്കെ ഒരു സുഖവും ഉന്മേഷവും ഒക്കെ വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അകാരണമായിട്ടുള്ള കലഹം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. വിവാഹസ്ഥിതി, അതായത് യുവജനങ്ങളുടെ വിവാഹം കഴിയാത്തവർക്ക് വിവാഹസ്ഥിതി കൈവരിക്കാം. ഒരു 30-35 വയസ്സായിട്ട് വിവാഹം കഴിയാതിരിക്കുന്ന പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്കൊക്കെ വിവാഹയോഗമൊക്കെ ലഭ്യമാകുന്നുണ്ട്. പരീക്ഷാദികളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്തെ പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആരംഭിച്ചിട്ട് അത് നിർത്തിവെച്ചിരുന്നവർക്ക് അത് വീണ്ടും പുനഃസ്ഥാപിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് പരീക്ഷയിൽ പരാജയമൊക്കെ നേരിട്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന വർഷമാണ്. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളുമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് യോഗം കാണുന്നുണ്ട്. വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. തൊഴിലില്ലാതിരിക്കുന്നവർക്ക് വിശ്വസ്തരായ സുഹൃത്തുക്കളെയും കൂടെ കൂട്ടിച്ചേർന്ന് പുതിയ തൊഴിലെ സംരംഭം, നൂതന സംരംഭം തുടങ്ങാനോ അവരുടെ സഹായത്തോടെ പുതിയ രംഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനും തലങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അവരുടെ സഹായത്തോടു കൂടി പുതിയ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാനായിട്ടൊക്കെ കഴിയുന്നുണ്ട്. സ്ത്രീകളിൽ നിന്നൊക്കെ ധാരാളം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ഞെരുക്കമൊക്കെ കുറേശ്ശെയായിട്ട് വർഷാവസാനത്തോടു കൂടി മാറുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസവും മൂലം ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വിജയം കൈവരിക്കാം. വാഹന ഉപയോഗമൊക്കെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. വർഷാവസാനത്തോടു കൂടി ആരോഗ്യകാര്യത്തിലും സാമ്പത്തിക പരാധീനതയുടെ കാര്യത്തിലുമൊക്കെ നിങ്ങൾക്കൊരു മറികടക്കാനൊക്കെ ആയിട്ട് ഒരു പരിധിവരെ സാധിക്കുന്നതാണ്. കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ദൈവാധീനം ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാതിരുന്നത് നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സന്തോഷവും സമാധാനവും കൈവരിക്കാം. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ദൈവാധീനവും ഈശ്വരാനുഗ്രഹമൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, പാൽപ്പായസം, പക്കപ്പിറന്നാളുകളിൽ പാൽപ്പായസം, തുളസിമാല, മഹാദേവന് ക്ഷീരധാര, നിങ്ങളെ കൊണ്ടാവുന്ന പോലെ നിങ്ങളുടെ നാളുകളിൽ പക്കപ്പിറന്നാളിൽ മഹാദേവന് ക്ഷീരധാര വഴിപാടായിട്ട് നടത്തുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമാണ്. അതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓം നമഃ ശിവായ എന്ന മന്ത്രം 108 രൂപയെങ്കിലും, കുറഞ്ഞത് 336, കൂടിയത് 1008 രൂപയെങ്കിലും ജപിക്കുന്നത് നന്നായിരിക്കും. പക്കപ്പിറന്നാളിൽ നരസിംഹമൂർത്തിക്ക് വെടി വഴിപാട് നടത്തുന്നത് ശത്രുദോഷം കുറയ്ക്കുന്നതിന് നല്ലതാണ്.